അപ്പൊ ഇന്ന് കയ്യൂക്കുള്ളവൻ കാര്യക്കാരനാണ്. ഇന്ന് ഏറ്റവും വലിയ ധനാഢ്യൻ, സമ്പത്തുള്ളവൻ ലോകത്തെ കീഴ്പ്പെടുത്തുന്നു. സ്വാഭാവികമായും ഈ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട തെളിമയാർന്ന കാര്യം, ഇത്തരം പ്രക്രിയകൾ നടക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഭരണകൂടം സ്വാഭാവികമായും ഈ പ്രക്രിയക്ക് അനുകൂലമായിരിക്കും. ബഹുഭൂരിപക്ഷത്തെ അടിച്ചമർത്തി ഈ സാമ്പത്തിക നയങ്ങൾ അല്ലെങ്കിൽ ഈ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഭരണകൂടം, ജുഡീഷ്യറി, എക്സിക്യൂട്ടീവ് എല്ലാം ഉള്ളതായിരിക്കും. ഇപ്പൊ മനോഹരമായ ഭരണഘടനയാണ് ഇന്ത്യയിൽ എഴുതി വെച്ചിട്ടുള്ളത്. നമ്മളെല്ലാം പറയും രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട, ഞാൻ പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനങ്ങളെ കൊള്ളയടിക്കാൻ പറ്റിയ ഭരണഘടന എഴുതി വെച്ചിരിക്കുന്നത്. ബ്രിട്ടീഷുകാരൻ പറഞ്ഞ് തയ്യാറാക്കി കൊടുത്ത ഒരു ഭരണഘടന ഇന്ത്യക്കാരൻ എഴുതി വെച്ചു. അത് ഈ രാജ്യത്ത് 75 വർഷമായി നടപ്പാക്കുന്നതിന്റെ ഫലമായി രാജ്യത്ത് ഏത് ആൾ പ്രസംഗിച്ചാലും ഞാൻ സമ്മതിക്കില്ല, ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കൊള്ളയടിക്കാൻ പറ്റിയ ഏറ്റവും മനോഹരമായ ഒരു ഭരണഘടന ഇന്ത്യ എഴുതി വെച്ചിട്ടുണ്ട്. അതിന് കുറച്ച് എന്താ പറയുന്നത്, പ്രമോദ് നാരായണ ഭാഷ പറഞ്ഞ ഇതിന് മുക്കുമൂലയൊക്കെ അരിച്ച് കുറച്ച് ഗുണങ്ങൾ ഇട്ടിട്ടുണ്ട് വേണേ പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ മതേതരത്വം, ജനാധിപത്യം, കുന്തം കുറച്ചക്രമൊക്കെ എന്റെ സൈഡിൽ എഴുതിയിട്ടുണ്ട്. ഷബ്നാസ് സിയാദ് തുടരുന്നുണ്ട്. ഷബ്നാസ്, സജി ചെറിയാന്റെ ഈ വിവാദ പ്രസംഗം ഇപ്പോൾ ഇത്രയും നാൾക്ക് ശേഷം വീണ്ടും കേൾക്കുമ്പോഴും അത് പ്രത്യക്ഷത്തിൽ തന്നെ ആർക്കും കേട്ടാൽ മനസ്സിലാകുന്ന ഒന്നാണ്. കൃത്യമായ ഭരണഘടനാ അവഹേളനം തന്നെയാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. അതിനകത്ത് പെട്ടെന്നൊരു നാവ് പിഴയെന്നോ അതല്ലെങ്കിൽ ഭരണഘടനയെ ആരെങ്കിലും ദുരുപയോഗം ചെയ്യുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. അങ്ങനെയാണ് അദ്ദേഹം നൽകിയ വിശദീകരണം. അതായിരുന്നു അവരുടെ ഹർജിയിലുണ്ടായിരുന്നതും. അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തിൽ പ്രത്യക്ഷത്തിൽ തന്നെ അത് മനസ്സിലാകുന്നതാണ്. അതുകൊണ്ട് തന്നെയായിരിക്കും കോടതി ഒരുപക്ഷെ ഇങ്ങനെ ഒരു നടപടിയിലേക്ക് പോയതും എന്ന് തോന്നുന്നു, അല്ലേ? തീർച്ചയായും 2022 ജൂലൈ 3 മന്ത്രി ഇത്തരം ഒരു ഭരണയെ അവഹേളിക്കുന്ന രീതിയിൽ പ്രസംഗം നടത്തി ആരോപണം ഉയരുകയും വലിയ വിവാദം ഉയരുകയും. ഷബ്ന, ശബ്ദം മുറിഞ്ഞു പോകുന്നുണ്ട്. കുറച്ചുകൂടി റേഞ്ചുള്ള ഒരു സ്ഥലത്തേക്ക് മാറി നിൽക്കണം. നമ്മൾ മടങ്ങിയെത്താം. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് MM ഹസൻ നടത്തിയ പ്രതികരണം കാണാം. MM ഹസൻ ഏതായാലും ആദ്യഘട്ടത്തിൽ രാജ്യ ആവശ്യമൊന്നും ഉന്നയിച്ചിട്ടില്ല. അന്വേഷണം നടക്കട്ടെ എന്നാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. ഭരണഘടന ലംഘനവും ഭരണഘടനയെ അനാദരിക്കുന്ന പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയത്. അത് അദ്ദേഹത്തിന് വാസ്തവത്തിൽ ഭരണഘടനയെക്കുറിച്ചൊരു വലിയ അറിവും വിജ്ഞാനവും ഇല്ലാത്തതുകൊണ്ട് ഒരു മന്ത്രി ഒരിക്കലും അങ്ങനെ അറിവില്ലാത്ത കാര്യം പറയാൻ പാടില്ല. ഇന്ന് തന്നെ ഈ അദ്ദേഹം ഇങ്ങനൊരു ഭരണഘടന അവഹേളിക്കുന്ന രൂപത്തിൽ ഭരണഘടന കുന്തംകുളച്ചക്രമെന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ചത്, ഒരു മന്ത്രി ഒരു പൊതുയോഗത്തിൽ പ്രസംഗിച്ചതിൽ തന്നെ അദ്ദേഹം ക്ഷമാപണം നടത്തിയാൽ പോരായിരുന്നു. പക്ഷെ എന്തായാലും ഇപ്പോൾ പുനരന്വേഷണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ചെയ്തത് ശിക്ഷാർഹമായ കുറ്റമാണ് എന്ന് കോടതി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇനി കോടതിയാണ് അന്തിമ തീരുമാനം പറയേണ്ടത്. മഹേഷ് ചന്ദ്രൻ തുടരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. മഹേഷ്, നേരത്തെ ഷബ്നയോട് ചോദിക്കുകയായിരുന്നു. ഷബ്നയ്ക്ക് അവിടെ റേഞ്ച് ഇല്ലാത്തത് കാരണം കേൾക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഈ പ്രസംഗം കേൾക്കുമ്പോൾ തന്നെ അത് പ്രത്യക്ഷത്തിൽ തന്നെ ഭരണഘടനയെ അവഹേളിക്കുന്നതാണ് എന്നാർക്കും മനസ്സിലാകും. സജി ചെറിയാൻ പറഞ്ഞ ന്യായീകരണം അത് ഭരണഘടനയെ ദുരുപയോഗം ചെയ്യുന്നു ചിലർ എന്നാണ് ഉദ്ദേശിച്ചത് എന്നൊക്കെ പറഞ്ഞാലും ഈ പ്രസംഗം അതല്ല സൂചിപ്പിക്കുന്നത് എന്നത് വ്യക്തമാണ്. അത്രയും ഈ ഓഡിയോ ക്ലിപ്പ്, ഈ വീഡിയോ ക്ലിപ്പ് കേൾക്കുമ്പോൾ കൃത്യമായി മനസ്സിലാകുന്ന ഒരു കാര്യമാണ് അന്വേഷണ സംഘം അവർ ക്ലീൻ ചിറ്റ് നൽകിയിരിക്കുന്നത്. അത് തന്നെയാണ് ഈ കേസിൽ വലിയ തിരിച്ചടിയായത് എന്ന് തോന്നുന്നു, അല്ലേ, ഈ വീഡിയോ തെളിവ്? ഇക്കാര്യത്തില് മന്ത്രി സജി ചെറിയാന് പറ്റിയ ഒരു അബദ്ധം, കാര്യം കൃത്യമായി അദ്ദേഹം അത്തരത്തിലേക്ക് ഭരണഘടനയെ പരിഹസിച്ചുകൊണ്ട് സംസാരിക്കുന്ന അത്തരത്തേക്ക് ഉള്ള ശകലമാണ് പുറത്തേക്ക് വന്നത്. അതിന് പ്രധാന കാരണം അത് അവിടുത്തെ പാർട്ടി ഏരിയ കമ്മിറ്റി നടത്തിയ ഒരു അനുസ്മരണ പരിപാടിയിലെ സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അവിടെ പാർട്ടി പ്രവർത്തകർ മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിന്റെ ധൈര്യത്തിൽ കൂടിയാണ് അവിടെ വിശദമായി അവിടെ മുമ്പ് സംസാരിച്ച പ്രമോദ് നാരായണനാണ്, പിന്നീട് MLA പ്രമോദ് നാരായണൻ സംസാരിക്കുന്നു. പ്രമോദ് നാരായണന്റെ പ്രസംഗത്തിന്റെയൊക്കെ ചുവട് പിടിച്ചാണ് അദ്ദേഹം സംസാരിക്കുകയും ചെയ്തത്. അപ്പോൾ അദ്ദേഹം ആ രീതിയിൽ കൈവിട്ട് തന്നെ സംസാരിച്ചു. കാര്യങ്ങൾ അദ്ദേഹം ഭരണഘടന കൃത്യം മനസ്സിലാക്കാതെ തന്നെ സംസാരിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം ബ്രിട്ടീഷുകാർ ഉണ്ടാക്കി നൽകിയ ഭരണഘടനയാണ് എന്ന തരത്തിലേക്കൊക്കെയാണ് അദ്ദേഹം വാദഗതി ഉയർത്തി. അതൊക്കെ തന്നെ ഈ ഭരണഘടന എങ്ങനെയാണ് ഭാരതത്തിൽ നിലവിൽ ഉണ്ടായത് എന്നത് മനസ്സിലാക്കാത്തതിന്റെ ഭാഗമാണ് എന്ന് നമുക്ക് പ്രാഥമികമായി കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാം. എന്നാൽ തന്റെ പ്രസംഗം വളച്ചൊടിച്ചു എന്നാണ് സജി ചെറിയാൻ വിശദീകരിച്ചത്.